ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ടോജീസ് ഹോം സ്റ്റേയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കാർ ഒന്ന് സർവീസ് ചെയ്യാൻ പോകും കേട്ടോ. 4 വീലൊക്കെ ഒന്ന് അഴിച്ച് നമുക്ക് ബ്രേക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, എന്നാ നമുക്ക് ചെക്ക് ചെയ്യാൻ പോകണേ. അതുപോലെ നമ്മുടെ അൺബോക്സിങ്ങും നമുക്ക് കാണിക്കാം. നമ്മുടെ ജാക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്രീപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട്. ക്രീപ്പറിൻ്റെ ടയർ അസംബിൾ ചെയ്തായിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ജാക്ക് എടുക്കാവേ. ജാക്ക് നമുക്ക് 3 ടണ്ണിൻ്റെ ജാക്കാണ്. നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന്. ഇതാണ് നമ്മുടെ ജാക്ക്. ഓക്കെ, അടുത്ത് നമുക്ക് ആദ്യമേ നമുക്ക് വീൽ ക്യാപ്പ് 4 വീൽ ക്യാപ്പ് നമുക്ക് റിമൂവ് ചെയ്യണം. സർവീസ് ചെയ്യാൻ നമ്മൾ പോകണല്ലോ, അപ്പോൾ അതിന് വീൽ ക്യാപ്പ് റിമൂവ് ചെയ്യണം. നമുക്ക് ആദ്യം അത് ചെയ്യാം. കേബിൾ ടൈ കട്ട് ചെയ്യണം. കേബിൾ ടൈ നമ്മൾ വീൽ ക്യാപ്പ് ആയതുകൊണ്ട് അത് ചിലപ്പോൾ ഊരി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കേബിൾ ടൈ ഇട്ട് കെട്ടി വെക്കാറുണ്ട്. സാധാരണ അലോയ് വീലല്ല, നമ്മുടെ അലോയ് വീലല്ല, ബേസ് മോഡലായതുകൊണ്ട് അലോയ് വീൽ ഇല്ലാത്ത വണ്ടിയാണ്. വീൽ ക്യാപ്പ് ആണ് ബാക്ക് സൈഡ്. അങ്ങനെ വീൽ ക്യാപ്പ് 4 റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീൽ സ്പാനർ നമ്മൾ എടുക്കാൻ പറഞ്ഞു. വീൽ സ്പാനർ വണ്ടിക്കകത്ത് തന്നെയുണ്ട്. വീൽ സ്പാനർ എടുത്തിട്ടുണ്ട്. ബാക്ക് വീലാണ് അടിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ടിൽ നമുക്കൊരു കട്ടായി വെച്ചേക്കാം. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് ബാക്ക് വീൽ അടിക്കാൻ പോകുന്നു കേട്ടോ. ആദ്യം ഇത് ലൂസാക്കാം, അത് കഴിഞ്ഞ് ജാക്ക് നമുക്ക് വെക്കാം. മാറുന്നത് തമ്മിൽ ചെയ്ത് മാറുന്നേ. തുരുമ്പ് വരുന്നുണ്ടോ? ഇതിൻ്റെ ആയിരിക്കും റോഡിൽ കൂടെ ഉപ്പൊക്കെ ഇട്ടതുകൊണ്ടായിരിക്കും അല്ലേ? റോഡിൽ നമ്മൾ ഐസൊക്കെ സ്നോ വീഴുന്നതുകൊണ്ട് അവർ ക്ലിയർ ചെയ്യുമ്പം ഇവർ മുനിസിപ്പാലിറ്റിക്കാർ ഇവർക്ക് ഉപ്പ് ഇടുന്നുണ്ട്, സാൾട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ട് അത് വണ്ടിയുടെ അടി മുഴുവൻ തുരുമ്പ് പിടിക്കാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ജാക്ക് ആയതുകൊണ്ട് നമുക്ക് നല്ല എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ജാക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇത്രയധികം പൊക്കണം കാര്യം നടക്കും. ഇത്രയധികം പൊക്കേണ്ട ആവശ്യമുണ്ടോ? കുഴപ്പമില്ല. ഇത് നമുക്ക് ഈ ഹാൻഡിലൊന്ന് ഊരി വെച്ചേക്കാം, അല്ലെങ്കിൽ പിന്നെ പിള്ളേരെല്ലാം ഇത് ചെയ്തെങ്കിൽ ഇതാകാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് അയക്കാം.
മാറുന്നു വീലിനിട്ട് നട്ടെടുത്തേക്കല്ലേ മാറാടോ ചടച്ചു ഏടോളൊക്കെ അവിടെ വെച്ചേരാ കേട്ടോ. നമ്മുടെ ക്രീപ്പർ ഇരിക്കാൻ പറ്റും. ഇതും ജാക്ക് മേടിച്ചപ്പോൾ നമ്മുടെ കൂടെ കിട്ടിയതാണ്. ക്രീപ്പറും കിട്ടി, പിന്നെ നമ്മുടെ ഇതും ഉണ്ടായിരുന്നു, എന്നാ സ്റ്റാൻഡും ഉണ്ടായിരുന്നേ. ഇതാകുമ്പോൾ ഇരുന്ന് സുഖമായിട്ട് ചെയ്യാം. മാറുന്നേ ചേട്ടാ മാറുന്നേ, എല്ലാവരും അവിടെ നിന്ന് മാറുന്നേ, അടുത്തുനിന്ന് മാറിക്ക്. മാറിക്കേ ടയറ്. അപ്പം നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നതുകൊണ്ടാണ് ഇത് കറങ്ങാത്തത്. നമുക്ക് കറങ്ങ റൊട്ടേറ്റ് ചെയ്യേണ്ട സാധനമാണ്. നമുക്ക് ഇനി ഹാൻഡ് ബ്രേക്ക് അതൊക്കെ റിലീസ് ചെയ്യാം. നല്ല തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഇത് ഊരാൻ പോയി, കുറച്ച് തുരുമ്പുണ്ട്, അതുകൊണ്ട് നമുക്കത് കുറച്ച് WD-40 അയച്ചത് ലൂസാക്കാം. അങ്ങനെ നമ്മുടെ ഊരിയിട്ടുണ്ട്. നമുക്കിത് ക്ലീൻ ആക്കാം. നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു, ബ്രേക്ക് ഷൂവിൻ്റെ ആണ്. ബ്രേക്ക് ഷൂവിന് നല്ല പൊടി ഉണ്ടായിരുന്നു. നമുക്കിതിനെ ക്ലീൻ ചെയ്യാം. പിന്നെ മാസ്ക് ഒക്കെ വെച്ച് ചെയ്യേണ്ട പരിപാടിയാണ്, പെട്ടെന്നുള്ള പരിപാടിയാണ്. മാസ്ക് ഒന്നും നമ്മൾ എടുത്തില്ല. അതിൻ്റെ അടിപൊടിയുള്ള പോലെ അങ്ങനെ ഏകദേശം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കണേ. ഞാൻ നേരത്തെ ടൊയോട്ടയുടെ സർവീസ് സെൻറ്ററിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ പിന്നെ സർവീസ് അഡ്വൈസറായിട്ടായിരുന്നു പഠിച്ചു കഴിഞ്ഞ് ആദ്യമേ കയറിയത് സർവീസ് അഡ്വൈസറായിട്ടാണ്. അപ്പം അവിടുത്തെ GM എന്നോട് ആദ്യം പറഞ്ഞു, നീ ആദ്യമേ സർവീസ് സെൻറ്ററിൽ ഒന്ന് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, ഒരു 6 മാസം. അങ്ങനെ ഞാൻ സർവീസ് സെൻറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ടൊയോട്ടയുടെ വണ്ടികളായിരുന്നു ഞാൻ കൂടുതലും സർവീസ് ചെയ്തത്. നമ്മൾ ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ഡ്രമ്മിൽ കുറേ പൊടിയുണ്ട്, ആ പൊടിയും നമ്മൾ ബ്രേക്ക് തീരുന്നതാണോ? ബ്രേക്ക് പാഡ് വരഞ്ഞ് ഇത് ആസ്പെറ്റോസ് ആയി സാധനം. ഇത് നമ്മൾ ഈ ഡ്രമ്മായിട്ട് ഇങ്ങനെ വരഞ്ഞൊരിഞ്ഞാൽ തീരുന്നത്. അത്യാവശ്യം ഒരു 40,000 കിലോമീറ്റർ വരെ കിട്ടേണ്ടതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഇരട്ടിയാണ് വണ്ടി 40,000 കിലോമീറ്ററിനാണ് ഞാൻ മാറിയത്. ബാക്കിലത്തെ ബ്രേക്ക് ഷൂവും ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാടുവാണേ. ഇത് ഷൂ ടൈപ്പ് ഷൂ ആണ്, മറ്റേ പാടാണ്. ഡിസ്കയിലൊക്കെ കട്ട് ചെയ്യുന്നതാണ് ഫ്രണ്ടിലത്തെ പാടാണ് വരുന്നത്. ബ്രേക്ക് ഷൂ നല്ല ലൈഫ് കിട്ടുന്നതാണ്. ബ്രേക്ക് പാട് പക്ഷേ പെട്ടെന്ന് തീരും. വൃത്തിയാക്കിയില്ലെങ്കിൽ എന്താ കുഴപ്പം? ബ്രേക്ക് പിടിച്ചാൽ ചിലപ്പം ചില സമയത്ത് കിട്ടുന്നുണ്ടാവുന്നില്ല. ഈ പൊടി വന്ന് സ്ലിപ്പായി പോകും. ഓക്കെ. സത്യം പറയുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രേഡ് കുറഞ്ഞ ഈ പേപ്പർ ഇട്ട് പിടിക്കേണ്ടതൊക്കെയാണ്. നമ്മളൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തില്ലെന്നേ ഉള്ളൂ. നമുക്കിനി പതുക്കെ ഇത് കൈ ചെയ്യാവേ.
ഒരു ഡ്രം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടയറത്തെ കയറ്റിയിടാം. അപ്പോൾ നമുക്ക് ടയർ ഇടാവേ. ടയറിലൊക്കെ നല്ലപോലെ കല്ലൊക്കെ കയറിയിട്ടുണ്ട്. അത്യാവശ്യം ഗ്രിപ്പുള്ള ടയറാണ്. ആ കല്ല് നമുക്ക് എടുത്ത് കളഞ്ഞാലോ? കല്ല് ഇടയ്ക്കിടെ കയറുന്നത് അത് കുഴപ്പമില്ല, നമുക്ക് അത് ഓടും പൊക്കോളും. പിന്നെയാണ് ഇടയ്ക്ക് ഇത്രയും ഗ്രിപ്പുള്ളതുകൊണ്ട് കയറിയിരിക്കുന്നത്. നട്ട് ബോൾട്ട് ഇട്ടില്ലേ ഊരി പോവല്ലേ? അല്ലല്ല, താഴെ ഇട്ട് ഇറക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് താഴെ ചെയ്ത് നെറ്റ് ബോൾട്ട് ഇടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ ഇറക്കാം. വെയിറ്റ് അപ്പം അത് ചെയ്യട്ടെ. നമുക്ക് ജാക്ക് പതുക്കെ റിലീസ് ചെയ്യാമേ. ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്തോട്ടാ. വണ്ടി ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, പപ്പായ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. നല്ലപോലെ ടൈറ്റ് ചെയ്താൽ ഒന്നുമില്ല. വണ്ടി പോകുന്നില്ല അങ്ങോട്ട്. വണ്ടി ആക്കണവാ, വണ്ടി ആക്കുന്നവാ. തുമ്മി ഒന്ന് മാറിക്ക് മോനെ. കൂട്ടായി വിടുവാണോ? ഈ കേബിൾ ടൈറ്റ് ചെയ്യാം. വണ്ടിയുടെ ഫുള്ളായിട്ട് അതെ. അടുത്ത വീല് നമ്മൾ അഴിക്കാൻ തുടങ്ങുവാണേ. ആദ്യമേ വീലിനിട്ട് നമ്മൾ ലൂസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജാക്ക് വെക്കാം. അയ്യോ, ഞാൻ മാറുന്നേ. നമ്മുടെ ഒരു സ്റ്റാൻഡ് നമ്മൾ മേടിച്ച് 2 സ്റ്റാൻഡും ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാൻഡ് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് സ്റ്റാൻഡും വെച്ചേക്കാവേ. ജാക്ക് എല്ലാം തെന്നിപ്പോവോ അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ്ഫുൾ ആവുമേ. അപ്പം നമുക്ക് ഡ്രം ഊരി എടുക്കാം. ഡ്രം ഊരി എടുക്കുന്നുണ്ട്. ജയുടെ ബ്രഷ് എടുത്തോ ചേച്ചാ. നമുക്കിത് ക്ലീൻ ചെയ്യാം.
ബ്രേക്ക് ഷൂവും ഡ്രമ്മും ചേഞ്ച് ചെയ്തു. ഇതിപ്പോൾ ഞാനൊരു 10,000 കിലോമീറ്റർ മുമ്പ് ഞാൻ തന്നെ ഇത് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആണ് കേട്ടോ. ഇത് 10,000 കിലോമീറ്റർ നമ്മൾ ചെയ്യുന്നതാണിത്. സാധാരണ സർവീസ് എവരി 10,000 ആവും കേട്ടോ. അപ്പം എല്ലാ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് പാഡും ബ്രേക്ക് ഷൂവും നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് സേഫ്റ്റി ആയിട്ട് വണ്ടി ഓടിക്കാമല്ലോ. പിന്നെ ഈ ബ്രേക്ക് ഷൂ ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ഇത് ഡ്രമ്മെ കയറി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രം അടക്കം മാറേണ്ടി വരും. അതിനും നല്ലത് നമ്മൾ ബ്രേക്ക് ഷൂ നമ്മൾ എല്ലാ 10,000 ചെക്ക് ചെയ്യുവാണെങ്കിൽ ഈ ബ്രേക്ക് ഷൂ മാറി കഴിഞ്ഞാൽ ബാക്കി എല്ലാ പാർട്സും നമുക്ക് സേഫായിട്ടിരിക്കും. അങ്ങനെ ഡ്രം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ടയർ ഇടാം. വീലിനിട്ടിടാവേ. നമുക്ക് ഫ്രണ്ട് വീൽ അഴിക്കാമേ. Okay. സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ സ്റ്റാൻഡ് വെക്കാം. നമുക്ക് ടയർ ഊരാവേ. അമ്മ അപ്പൊ അങ്ങോട്ട് ബ്രേക്ക് പാഡ് 10,000 കിലോമീറ്റർ മുമ്പ് ഞാൻ ബ്രേക്ക് പാഡ് കഴിഞ്ഞാണ് മാറിയത്. ബോഷിൻ്റെ ബ്രേക്ക് പാഡ് ആയിട്ടിരിക്കുന്നത് പുതിയത്. അത് ഞാൻ 10,000 കിലോമീറ്റർ മുമ്പ് സർവീസ് ഞാൻ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അന്നേരം ഞാൻ ഇതിൻ്റെ ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ടായിരുന്നു, അന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചുമ്മാ ചെക്ക് ചെയ്യാനാണ്.
എവിടം വരെ എത്ര ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ കണ്ടോ, തിക്നെസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ബ്രേക്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്തു. ബ്രേക്ക് പാഡ് ഇതുവരെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് തീരുമാനം വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇപ്പം 10,000 കിലോമീറ്ററിൽ ഓടിയുള്ളൂ. അപ്പം പുതിയതായിരുന്നു, ബോഷിൻ്റെ ആണ്. അപ്പം വലിയ കുഴപ്പമില്ല. ബോഷ് എന്ന് പറയാൻ കാരണം വെച്ചാൽ അത് ഒറിജിനലാണ്. ഇത് ബ്രേക്ക് പാഡ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റും കിട്ടും, ഒറിജിനലും കിട്ടും. പക്ഷേ ഒറിജിനൽ ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഒറിജിനൽ തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ടയർ എടുത്തിടാം. അപ്പം നമുക്ക് ടയർ എടുത്തിടാണേ. അമ്മയ്ക്ക് ഉണക്കുന്നതാണല്ലേ. അങ്ങോട്ട് വരാവേ. ഇനി ഒന്ന് മാറിക്കാവോ? ഇപ്പോൾ വരാം. എക്സ്ട്രാ ഈ സ്ക്രാപ്പ് നമുക്ക് കട്ട് ചെയ്ത് കളയാവേ. അങ്ങനെ നമ്മൾ 4 വീലും അഴിച്ച് നമ്മൾ ബ്രേക്കെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ പീരിയോഡിക് സർവീസ്. പിന്നെ എഞ്ചിൻ ഓയിലും കൂടെ ചേഞ്ച് ചെയ്യേണ്ടതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതിൻ്റെ ടയർ പ്രഷർ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു പമ്പ് മേടിച്ചിട്ടുണ്ട്, അതും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. നമുക്ക് അതിൻ്റെ അതും കൂടെ വീഡിയോ കാണിക്കാം. നമ്മൾ ഈ ടയറിൻ്റെ ഈ പ്രഷറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പമ്പ് മേടിച്ചിട്ടുണ്ട്. നമ്മളിത് മാർക്കറ്റ് പ്ലേസ് വഴിയാണ് മേടിച്ചു കേട്ടോ. ഇതിന് $25 ആയിട്ടുണ്ട്. നമ്മൾ ഇതിനെ പുതിയത് മേടിക്കുവാണെങ്കിൽ ഏകദേശം എനിക്കൊന്ന് $60 അടുത്ത് വരുന്നതാണ്. നമുക്കത് $25 കിട്ടുന്നത്. പക്ഷേ ഇത് പുതിയത് തന്നെ ആയിരുന്നു കേട്ടോ, വലിയ യൂസിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. 1 ടൈം അല്ലെങ്കിൽ 2 ടൈം യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു ഇവർ. നമുക്കപ്പം ഇത് വെച്ച് നമുക്ക് കാറ്റടിക്കുന്നത് എങ്ങനെയൊന്ന് നോക്കാം. നമുക്കിത് വണ്ടിയുടെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുമായിരുന്നു കേട്ടോ. നമുക്കിത് കണക്ട് ചെയ്യാം. ചാർജിങ് പോയിന്റ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഇത് കുത്തിയാൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ഓണായോ അവിടെ? നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓണായോ നോക്കാം. നമ്മുടെ കീ ഓണാക്കണം. മോട്ടറിൻ്റെ ഓണാക്കണം. കീ ഓണായി. അപ്പോൾ കീ ഓണായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെക്ക് ചെയ്തപ്പം നമുക്ക് 33.6 കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എയർ ഓക്കെയാണ് ടയറിന്. 33, 34 ഇതൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത് ഇനി പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത ശേഷം നമ്മൾ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് പമ്പ് വർക്കാവും. അങ്ങനെയാണ് ഇത് ഫില്ല്. അപ്പം നമ്മുടെ ടയർ പ്രഷർ ഇപ്പോൾ ഇത് കാണിക്കും 32 സംതിങ് ആണ്. അപ്പോൾ നമുക്കത് 34 വരെ ആക്കാം. നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് 34 നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ടാർജറ്റ് 34. അപ്പം എന്നിട്ട് നമുക്ക് നമ്മൾ 34 ആക്കിയിട്ടുണ്ട്.
അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു കേട്ടോ. അതായത് നമ്മളെങ്ങനെ സർവീസിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ബ്രേക്ക് പാഡും ബ്രേക്ക് ഷൂവും നമ്മൾ ചെക്ക് ചെയ്യുന്നതും, പിന്നെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക, പിന്നെ നമ്മുടെ ടയർ പ്രഷർ ചെക്ക് ചെയ്യുന്ന പമ്പിനെയും പരിചയപ്പെടുത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. അപ്പം ഇതിന് നമുക്ക് ടോർച്ചും കൂടെ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയായിരുന്നു. നമുക്കിത് ഊത്തി കഴിഞ്ഞാൽ നമുക്ക് രാത്രി ടയറൊക്കെ പഞ്ചർ ആവുകയാണെങ്കിലും ഒക്കെ ആണെങ്കിൽ ടോർച്ച് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ ഒരു പമ്പ് വണ്ടിക്കായി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. $25 ആവുന്നുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പം ടയർ പഞ്ചറായി കഴിഞ്ഞ് ട്യൂബ്ലെസ് ഒക്കെ ആണെങ്കിലും വലിയ ആണിയൊക്കെ എറിയാലും പഞ്ചറായി കിടന്നാലും നമുക്ക് ഇത് വെച്ച കാറ്റ് നിറച്ചുകൊണ്ട് നമുക്ക് വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ടയർ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അതുകൊണ്ട് അവിടെ വെച്ച് നമുക്ക് കഷ്ടപ്പെടണം. ഇങ്ങനെ പമ്പുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ടയർ കാറ്റ് ഫില്ല് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. താങ്ക്